നാസർ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കാണുന്നതാണ്. ഇസ്രായേൽ ഉൾപ്പെടെ ഈ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് പല ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, പലതവണ നമ്മൾ കണ്ടതാണ്. അതിനിടെ 47 ബന്ദികൾക്ക് വിട പറഞ്ഞുള്ളൊരു പോസ്റ്റർ കൂടി ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ പോസ്റ്റർ പുറത്തു വന്നതോടുകൂടിയാണ് പ്രക്ഷോഭം കൂടുതൽ ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ നഗരങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. നെതന്യാഹുവിനെ എതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭ പരിപാടികളിലേക്ക് തന്നെയാണ് ബന്ധുക്കളുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡ് ഉൾപ്പെടെയുള്ളവർ അതിശക്തമായിട്ടുള്ള പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം ഇസ്രായേൽ ഈ നഗരത്തിന്റെ ഗസ സിറ്റിയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് ഈ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത്. ആക്രമണം എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടി പ്രത്യക്ഷത്തിൽ തന്നെ ഈ ബന്ദികളുടെ കൊലക്ക് കാരണമാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇക്കാര്യം നേരത്തെ തന്നെ സൈനിക നേതൃത്വം നെതന്യാഹുവിനെ അറിയിച്ചതാണ്. അതുമാത്രമല്ല, നൂറുകണക്കിന് സൈനികരും കൊല്ലപ്പെടുമെന്ന മുന്നറിയിപ്പുകൾ നൽകിയതാണ്. ഇതൊക്കെ ആയിട്ട് പോലും ഈ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുക, കാരണം ഈ ഭാഗത്തു നിന്ന് ഗസ പൂർണ്ണമായിട്ടും പിടിച്ചടക്കുകയും അവിടെ നിന്ന് ഗസയിലെ ഈ പലസ്തീൻ സമൂഹത്തെ പൂർണ്ണമായിട്ടും ഗസ മേഖലയിൽ നിന്ന് പുറന്തള്ളുക, അതിന് അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹാശിസുകളും ഉണ്ട് എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത. അതുമാത്രമല്ല, ഈ ഏറ്റവും കൊടിയ വിനാശകാരിയായിട്ടുള്ള ഒരു ആക്രമണം, അതും ഏകപക്ഷീയമായിട്ടുള്ള ഈ വംശഹത്യ തുടരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ $6 ബില്യൺ പുതിയ ആയുധങ്ങൾ കൂടി ഇസ്രായേലിന് നൽകാൻ ഉള്ള നിർദ്ദേശം ട്രംപ് ഭരണകൂടം ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നു. അതുകൂടി ലഭ്യമാകുമ്പോൾ $6 ബില്യൺ ഏറ്റവും നവീന ആയുധങ്ങൾ കൂടിയാണ് ഈ ജനതയെ കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നൽകാമെന്നാണ് ഇപ്പോൾ ട്രംപ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോക സമൂഹങ്ങളുടെ, വിവിധ ലോക രാജ്യങ്ങളുടെ, UN-ന്റെ ഒക്കെ ശക്തമായിട്ടുള്ള പ്രതികരണവും അവിടെ നടക്കുന്നത് വംശഹത്യയാണെന്ന UN അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്ന ഘട്ടത്തിൽ പോലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പുനരാലോചനക്കോ ഒരു മാനുഷിക പരിഗണനക്കോ പോലും തയ്യാറാകാത്ത വിധത്തിൽ കേവലം ഇസ്രായേലിന്റെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടമായിട്ട് ട്രംപ് വീണ്ടും മാറുന്നതിന്റെ ഏറ്റവും നിർലജ്ജമായിട്ടുള്ള തെളിവുകൾ കൂടിയാണ് ഈ പുതിയ റിപ്പോർട്ടിലൂടെയും പുറത്തു വന്നിരിക്കുന്നത്. അമൃത. നാസർ, മറ്റൊരു കാര്യം, ഈ നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ വെടിനിർത്തൽ ചർച്ചകൾ ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് അതിതീവ്രമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അമേരിക്കയുമായി ബന്ധപ്പെട്ട് അവർ ഏത് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇസ്രായേലുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴും ഈ യുദ്ധം നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് തന്നെയായിരുന്നു അമേരിക്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അറിയുന്നത് ഏകദേശം $6 ബില്യൺ ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറാൻ ട്രംപ് ഭരണകൂടം തയ്യാറാകുന്നു എന്നാണല്ലോ. തീർച്ചയായിട്ടും അമൃത, ഇനിയിപ്പോൾ ഈ മാസം 29-നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വൈറ്റ് ഹൗസിലേക്ക് വീണ്ടും ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. 29-ന് നടക്കുന്ന ചർച്ച തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരാൻ പോകുന്നത് യുദ്ധാനന്തര ഗസയുടെ നിയന്ത്രണം ഏത് വിധത്തിൽ കൊണ്ടുപോകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് നെതന്യാഹു തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിന്റെ പ്രദേശങ്ങളിലേക്ക്, ജനീൻ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ഇസ്രായേലിന്റെ കടന്നുകയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് പലസ്തീൻകാരെ ആ പ്രദേശത്ത് നിന്ന് ഇന്നലെയും ഇന്നുമൊക്കെയായി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. തുൽഖറാം ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും അരക്ഷിതാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ B1 എന്ന ഒരു അനധികൃത കുടിയേറ്റ പദ്ധതി അത് കൂടി നടപ്പാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള സ്മോട്രിക്കും അതോടൊപ്പം തന്നെ ബെൻഗബറും ഒക്കെ നീങ്ങുന്നത്. അതിന് ഏതാണ്ട് കയ്യൊപ്പ് ചാർത്തുന്ന ഒരു സമീപനമാണ് നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത വരുത്താനും അങ്ങനെ പൂർണ്ണമായിട്ടും ഈ വെസ്റ്റ് ബാങ്കിനെ കൂടി ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന നെതന്യാഹുവിന്റെ ആ അജണ്ടയോടും അമേരിക്ക ഏറെക്കുറെ അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും പ്രതികരിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ അറബ് മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇപ്പം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ശക്തമായിട്ടുള്ള ഈ പ്രതിഷേധത്തിന് പോലും ഒരു പുല്ലുവില കൽപ്പിക്കാതെയുള്ള സമീപനമായിരിക്കും അമേരിക്കൻ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നത്. അതുകൊണ്ട് അമേരിക്ക നൽകുന്ന ഈ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ, അതിന്റെ ബലത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഈ കടുത്ത നരമേധം തുടർന്നുകൊണ്ടേയിരിക്കുന്നതും. അമൃത. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.